ഹിമ. രചന ഭദ്രാവർമ്മ. അവളുടെ ലൈറ്റ് ബ്രൗൺ ചായം പുരട്ടിയ നീണ്ട വിരലുകൾ മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന FB പേജിലെ ഫോട്ടോകളിലൂടെ ദ്രുതഗതിയിൽ പാഞ്ഞു. ചിലപ്പോഴൊക്കെ ചൂണ്ടുവിരൽ കൊണ്ട് അവൾ ആ ചിത്രത്തെ സൂം ചെയ്തു നോക്കി. ചുണ്ടിൽ വിരിഞ്ഞ ചിരിക്കൊപ്പം ഭംഗിയിൽ കാഞ്ചിലെഴുതിയിരുന്ന കണ്ണുകളിൽ നീർക്കണങ്ങൾ പൊടിഞ്ഞു. പൊടുന്നതിന് ഇടം കയ്യാൽ അവൾ ആ നീർത്തുള്ളിയെ തട്ടിയെറിഞ്ഞു. അതിനർത്ഥം കരയാൻ യോഗ്യതയില്ലെന്നോ അവകാശമില്ലെന്നോ അല്ല, വിധി. ആ വിധിയിൽ കരയാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ഫോണിനെ ജീൻസിന്റെ പോക്കറ്റിലേക്ക് തിരുകിക്കൊണ്ട് ബാൽക്കണിയിലെ റെയിലിംഗിൽ കൈകൾ താങ്ങി മുന്നിൽ തെളിഞ്ഞിൽക്കുന്ന കടൽ തീരത്തേക്ക് കണ്ണുകൾ പായിച്ചു. കോപ്പർ റെഡ് കളറിൽ ലെയർ കട്ട് ചെയ്തിരിക്കുന്ന അവളുടെ മുടിയിഴകൾ കടൽ കാറ്റേറ്റ് അനുസരണയില്ലാതെ പാറിപ്പറന്നു. ചിന്തകളുടെ വേലിയേറ്റം മനസ്സിനെ മതിച്ചപ്പോൾ ആ 30 വയസ്സുകാരി കുറച്ചു വർഷം പുറകിലേക്ക് പാഞ്ഞു. അവളുടെ മനസ്സിനൊപ്പം അന്നേരം അവൾ എല്ലാവരും പാടിപ്പുകഴ്ത്തുന്ന IT രംഗത്ത് പ്രസിദ്ധമായ ടെക് വേൾഡിന്റെ സെയിൽസ് ഹെഡ് ഹിമ പ്രയാഗ് അല്ലായിരുന്നു. ഗ്രാമത്തിന്റെ നൈർമല്യവും നിഷ്കളങ്കതയും ഒത്തുചേർന്ന തുളസിക്കതിര് പോലൊരു 17 വയസ്സുകാരി പെൺകുട്ടി ഹിമ പത്മനാഭൻ. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ പുത്രി. എല്ലാ വർഷവും വൃശ്ചിക മാസം കഴിവതും മുടങ്ങാതെ ക്ഷേത്രദർശനം നടത്തുന്നവൾ. പട്ടുപാവാടയും ദാവണിയും മാത്രം അലങ്കാരമാക്കിയവൾ. മനോഹരമായ കണ്ണുകളായിരുന്നു അവൾക്കഴക്. വെളുത്തു കൊലുന്നനെയുള്ള ഒരു പെൺകുട്ടി. സദാസമയം കാച്ചെണ്ണയുടെയും കൊഴുന്നിൻ്റെയും ഗന്ധം വമിക്കുന്ന അരയോളം വരുന്ന ചുരുണ്ട തലമുടി. ഒരു നാൾ രാവിലെയുള്ള അമ്പല ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഡേ ഹിമേ തിരിഞ്ഞു നോക്കി. ആൽമരത്തിനടുത്തുള്ള അമ്പല കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലെ സോപാനത്തിൽ നിന്നും ചാടിയിറങ്ങി മുണ്ടും മടക്കി കുത്തി ഓടി തനിക്കരികിൽ വന്ന് നിന്നവനെ നോക്കി അവൾ പരിചയഭാവത്തിൽ മനോഹരമായി പുഞ്ചിരിച്ചു. ഹർഷേട്ടൻ. കണ്ടുമറന്ന സിനിമകളിലെ ഏതോ നായകന്റെ മുഖം. സുന്ദരൻ, ആരോഗ്യ ദൃഢഗാത്രൻ. അതിലുമേറെ തൻ്റെ പ്രിയപ്പെട്ട 5 വയസ്സ് മുതിർന്ന കളിക്കൂട്ടുകാരൻ. തൊഴുതു കഴിഞ്ഞോ? കട്ടിയുള്ള ശബ്ദം. ഹർഷേട്ടൻ എന്താ വന്നേ? ഇന്നലെ പ്രസാദം തന്നേടാ. ഹർഷേട്ടൻ തൊഴുതില്ലായിരുന്നോ? ഇല്ല, വൈകുന്നേരം ആവട്ടെ. ഇതാ തൊട്ടോളൂ. ഹർഷേട്ടൻ്റെ റെയിൽവേയിലെ ജോലിയൊക്കെ എങ്ങനെ? കൊള്ളാം. നിന്നിപ്പോൾ വീട്ടിലേക്കൊന്നും കാണാറില്ലല്ലോ. ഒരുപാട് പഠിക്കാനുണ്ട്. ഓ, +2 ആയല്ലേ? പണ്ടത്തെ ശീലം ഇതുവരെ മാറിയില്ല അല്ലേ? എന്ത്? വൃശ്ചിക മാസത്തിലെ മുടങ്ങാതെയുള്ള ക്ഷേത്ര ദർശനം. ഞാൻ പോട്ടെ, ട്യൂഷന് പോകാൻ സമയമായി. ഞാൻ പോകും മുന്നേ വീട്ടിലേക്കൊന്ന് വരുവോടോ? വരാം. അവൾ നടന്നകലുമ്പോഴും തങ്ങി നിന്ന കാച്ചെണ്ണയുടെ സുഗന്ധം അവനെ വലയം ചെയ്തു നിന്നു. മോളെ സൂക്ഷിച്ചു പോണേ, രാത്രി വിളിക്കണേ. ആ ശരിയമ്മേ. ട്രെയിൻ എടുക്കാറേ. ബൈ ഉമ്മ. വണ്ടി മുന്നിലേക്ക് ചലിച്ചു തുടങ്ങി. മെല്ലെ മെല്ലെ അതിൻ്റെ വേഗതയും കൂടി. തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിലേക്കുള്ള ട്രെയിൻ യാത്ര. ഒരു വേനലവധി കഴിഞ്ഞുള്ള തിരിച്ചുപോക്ക്. വീട്ടിൽ നിന്ന് പോകുന്ന വിഷമം അകറ്റാനെന്നോണം അവൾ തൻ്റെ സീറ്റിലേക്ക് തലചാരി കണ്ണുകൾ അടച്ചു. ഹിമ. പെട്ടെന്ന് പരിചിതമായ സ്വരം കേട്ട് അവൾ കണ്ണുകൾ തുറന്നു. ഹർഷേട്ടൻ ഒന്നുകൂടെ ശരീരം ഉറച്ച് ഒരു ഒത്ത പുരുഷനായിരിക്കുന്നു. അത്ഭുതം. തീരെ പ്രതീക്ഷിച്ചില്ല. അവൾക്കെതിരെയുള്ള സീറ്റിലേക്കായി അവനിരുന്നു. കടന്നു വരുന്ന കാറ്റിനനുസരിച്ച് നെറ്റിയിലേക്ക് വീഴുന്ന അലസമായ മുടിയിഴകളെ ഒതുക്കി വെച്ചവൻ തിരക്കി. കോളേജിലേക്ക് തിരികെ പോവാണോ? ഹർഷേട്ടനോ? എനിക്ക് സ്ഥലം മാറ്റായി, തിരുപ്പൂർ സ്റ്റേഷനിലേക്ക്. ഇപ്പം ഏതാ ഇയറ്? 3rd ഇയറാ. അപ്പോൾ UG കഴിയാറല്ലേ? ഇനി എന്താ പ്ലാന്? PGക്ക് ചേരണം. അവിടെ തന്നെയോ? താൻ ഒരുപാട് മാറിപ്പോയല്ലോടോ. അവൻ്റെ ചെറുചിരിയിലെ നൊമ്പരം അവൾ തിരിച്ചറിഞ്ഞില്ല. എന്താ ഏട്ടാ? അല്ല, മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് ജീൻസ് ടോപ്പ്. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറേണ്ടേ? കുറുമ്പ് നിറച്ചവൾ മറുപടി നൽകി. പിന്നെ വേണം. അവനും ചിരിച്ചു. കുറച്ച് സമയം നാട്ടിലെ വിശേഷങ്ങളും കോളേജ് വിശേഷങ്ങളും ട്രാൻസ്ഫർ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് പറയണമെന്നറിയാതെ രണ്ടാളും പൊടുന്നതിനെ മൗനത്തിലായി. പിന്നെ തിരുപ്പൂരെത്തുന്നവരേക്കും ഇടയ്ക്ക് മിഴികൾ കോർക്കുന്ന വേളയിൽ പരസ്പരം ഒരു പുഞ്ചിരി നൽകുന്നതിനപ്പുറത്തേക്കായി ഒന്നു തന്നെ അവർ സംസാരിച്ചില്ല. ഇറങ്ങാൻ നേരം അവളോടായി അവൻ പറഞ്ഞു, എല്ലാത്തിലും മാറ്റമുണ്ട്, ഒന്നിൽ മാത്രം നിനക്ക് മാറ്റമില്ല സുലോചനെ. സുലോചന? എന്താ പറഞ്ഞെന്നുള്ള മട്ടിൽ അവൾ കണ്ണുകൾ ചുളുക്കി നോക്കി. അതെ, സുലോചന. അഴകുള്ള കണ്ണോട് കൂടിയവൾ. ഗൗരവവും കുസൃതിയും ചേർന്ന മൊഴിയോടെ പറഞ്ഞുകൊണ്ടവൻ സ്റ്റേഷനിലേക്ക് ഇറങ്ങി അവൾക്ക് നേരെ കൈകൾ വീശി. UG കഴിഞ്ഞയുടൻ അപ്രതീക്ഷിതമായി അവൾക്ക് കോളേജ് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ദുബായിൽ ജോലി കിട്ടി. ആഡംബരത്തിന്റെ പറുദീസ, ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച ദിവസങ്ങൾ. വർക്കിൽ സ്വന്തം കഴിവുകൊണ്ട് മാനേജ്മെന്റ് ട്രെയിനിയിൽ നിന്നും കോർഡിനേറ്ററിലേക്കും അവിടുന്ന് മാനേജർ പോസ്റ്റിലേക്കും അവളെ തേടിയെത്തിയ ഉദ്യോഗ കയറ്റങ്ങൾ. കൈനിറയെ കാശ്, ടീമിനൊപ്പം ഒരുപാട് വിദേശയാത്രകൾ. ക്ലയൻസിനും മാനേജ്മെന്റിനും ഒഴിച്ചുകൂട്ടാനാവാത്ത ഘടകമായി മാറിയ ഹാർഡ് വർക്കർ, പാഷനേറ്റ്,
അംബീഷൻസ്. അവൾക്കായി മാത്രം ചാർത്തി കിട്ടിയ ഒരുപാട് നാമങ്ങൾ, അവളുടെ സൗന്ദര്യത്തിനും സ്ഥാനത്തിനും അനുസരിച്ച് തേടിയെത്തുന്ന വിവാഹ പ്രപ്പോസലുകൾ എല്ലാം ഒത്തുവന്നപ്പോൾ വീട്ടുകാർ അവൾക്കായി തിരഞ്ഞെടുത്തൊരു യോഗ്യനെ. സൗന്ദര്യം, ആരോഗ്യം, കുടുംബമഹിമ, വിദ്യാഭ്യാസം, പണം, എല്ലാം കൊണ്ടും അവൾക്ക് യോജിച്ച വരൻ. വീണ്ടും ഒരു വൃശ്ചിക മാസം. വിവാഹത്തിൻ്റെ അന്ന് രാവിലെ കയ്യിൽ കിട്ടിയ ഡാർക്ക് ഫുൾ സ്ലീവ് ആംഗിൾ ലെങ്ത് ടോപ്പും വൈറ്റ് ലെഗിൻസും ധരിച്ച് അച്ഛനും അമ്മയോടൊപ്പം അമ്പലത്തിലേക്ക് തൊഴാൻ പോയി. തലേന്ന് ഇരു കൈകളിലും ചാർത്തിയ മെഹന്തി വേണ്ടത്ര ചുവന്നിട്ടില്ല. തൊഴുത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ അവളുടെ കണ്ണുകൾ ആൽമരത്തിനടുത്തുള്ള അമ്പല കമ്മിറ്റി ഓഫീസിലേക്ക് നീണ്ടു. കണ്ടു, കറുത്ത മീശക്കും വെട്ടിയൊതുക്കിയ താടിക്കുമിടയിലുള്ള ചുണ്ടുകളിൽ വരുത്തിയ ചിരിയോടെ തന്നെ നോക്കി സോപാനത്തിൽ മേലിരിക്കുന്ന ഹർഷേട്ടൻ. ഒരു നോട്ടം മാത്രം തിരികെ ചിരി പകരം നൽകി അച്ഛനും അമ്മയ്ക്കൊപ്പം നടന്നു നീങ്ങി. ഇതുവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയൊരു വിങ്ങൽ മനസ്സിനെ ചുറ്റുന്നു. ചിലപ്പോൾ തൻ്റെ തോന്നലാവാം. ഒരുപാട് പ്രതീക്ഷകളോടെ പ്രയാഗിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. യോഗ്യനായിരുന്നു, എല്ലാം കൊണ്ടും സ്നേഹമുള്ളവൻ, സമ്പന്നൻ. പക്ഷെ എന്തോ പാതിയാക്കി അണഞ്ഞു പോയൊരു പൗരുഷത്തിനുടമ. വിവാഹരാത്രി അവളെപ്പോലെ അവനും ആ സത്യം ആദ്യമായി മനസ്സിലാക്കി. ഒരിക്കലും തൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു സത്യം. ആർക്കോ വേണ്ടിയെന്നപ്പോൾ അവർക്കായി ദിവസങ്ങൾ നീണ്ടുനിന്ന മധുവിധു നാളുകൾ. പ്രയാഗ് പാവം, നിഷ്കളങ്കൻ, തൻ്റെ കഴിവുകേട് തിരിച്ചറിയാൻ വൈകിയവൻ. പിന്നെയുള്ള നാളുകൾ അവർ നല്ല സുഹൃത്തുക്കളാവുകയായിരുന്നു. ചില സമയം ബുദ്ധിക്കുമേൽ വികാരം പ്രവർത്തിക്കുമ്പോൾ പൂർണ്ണ തൃപ്തിയില്ലായ്മയുടെ പൂർത്തീകരിക്കുന്ന ഉദ്യമങ്ങൾക്ക് അവരുടെ കിടപ്പറ സാക്ഷ്യം വഹിച്ചു. പിന്നെ അതും അവർക്കിടയിൽ മറ്റു പലതും പോലെ സാധാരണമായി. വീണ്ടും രണ്ടാളും വിദേശത്തേക്ക്. ജോലിയുടെ തിരക്കുകളും സൗഹൃദങ്ങളും രണ്ടാളുടെയും മനസ്സിലെ ദുഃഖങ്ങളെ ഒരുവിധം അകറ്റി നിർത്തി. 2 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും വൃശ്ചിക മാസത്തിലെ ഒരു അവധിക്കാലം. അമ്മയുടെ നിർബന്ധത്തിൽ വഴങ്ങി പെരുമ്പൂച്ച കാണാൻ അമ്പലത്തിലേക്ക്. ദൂരെ നിന്നേ കണ്ടു ദീപാലങ്കാരങ്ങളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രാങ്കണം. ആദ്യത്തെ പടിയിലേക്ക് കാലെടുത്ത് വച്ചില്ല. അപ്പോഴേക്കും കണ്ടു നിറഞ്ഞ ചിരിയോടെ താഴേക്ക് ഇറങ്ങി വരുന്ന ഹർഷേട്ടൻ. എന്തോ ആ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. ആ മാമി സുഖാണോ? മാമനോടെ? അമ്മയോടാണ്. പക്ഷെ ആ കണ്ണുകൾ തന്നെ തേടും പോലെ. കൂടെ വന്നിട്ടുണ്ട്, കാർ പാർക്ക് ചെയ്യാൻ പോയേക്കുവാ. ഇവളെന്നാ വന്ന്? വീണ്ടും ചോദ്യം അമ്മയോടാണ്. 2-3 ദിവസമായി. ഹസ്ബൻഡ്? അത് ചോദിക്കുമ്പോൾ ആ കനത്ത ശബ്ദത്തിന് നേർമ കൈവന്ന പോലെ. വരും, 2 ദിവസം കഴിഞ്ഞ് ഇവളെ കൂട്ടിയിട്ട് പോവാൻ. മോന് കല്യാണം നോക്കുന്നെന്ന് പറഞ്ഞല്ലോ, ഉറപ്പിച്ചോ? ആ ചോദ്യം എന്തിനോ എൻ്റെ നെഞ്ചിൽ വേദന നിറയ്ക്കുന്നു. മറുപടിക്കായി കാതുകൾ കൊതിക്കുന്നു. അവളുടെ ശ്രദ്ധയെ അവൻ വെറും മുകളിൽ ഒതുക്കിക്കൊണ്ട് മുണ്ടും മടക്കി കുത്തി നടന്നകന്നു. ഒരു വൃശ്ചിക മാസത്തിൽ ഹർഷന്റെ വിവാഹം നടന്നു. ഒരു ഗ്രാമീണ പെൺകുട്ടി, ആരതി. പാതിയാക്കിയ ഒരു ഉദ്യമക്ഷീണത്തിൽ ബ്ലാങ്കറ്റിന് കീഴിലായി പ്രയാഗിന്റെ തല തന്റെ നെഞ്ചോട് ചേർത്ത് കിടക്കുമ്പോഴാണ് ഹിമ ആ വാർത്ത അറിയുന്നത്. എന്തിനോ അവളുടെ മനോഹരമായ കണ്ണുകളിൽ അവനു വേണ്ടി 2 തുള്ളികൾ ഊർന്നു, ആദ്യവും അവസാനവുമായി. ശക്തമായ കാറ്റിൽ തന്റെ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകളെ ചെവിക്കരികിലേക്ക് തിരികെ വെച്ചുകൊണ്ട് ഹിമ കണ്ണുകൾ തുറന്നു. ചുവന്ന സൂര്യൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറയുന്ന കാഴ്ച അവളൊരു തരം കൊതിയോടെ നോക്കി നിന്നു. എന്തോ ഓർമ്മ വന്ന പോലെ വീണ്ടും അവൾ തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ തിരികെ ഫോണെടുത്ത് FB പേജ് തുറന്നു. സ്ക്രോൾ ചെയ്ത് നീങ്ങിയപ്പോൾ വീണ്ടും ആ ഫോട്ടോ കണ്ണുകളിലുടക്കി. ഹർഷന്റെ കൈകളിൽ ഏന്തിയിരിക്കുന്ന ഒരു വയസ്സുകാരി. ഏതോ മാഗസിൻ കവർ പേജിൽ കണ്ട പോലുള്ള സുന്ദരി വാവ. ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ കാണാൻ കൂടുതൽ ഭംഗി. ഫോട്ടോയ്ക്ക് മേലെയായി എഴുതിയിരിക്കുന്ന കുറിപ്പ് എൻ്റെ മകൾ സുലോചനയോടൊപ്പം. പ്രസവത്തോടെ മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ അമ്മയെപ്പറ്റി ഹിമ ഒരു നിമിഷം ചിന്തിച്ചു. കണ്ണുകൾ നീറുന്നു. വീണ്ടും അവ നിറഞ്ഞേക്കാം. പാടില്ല. അടുത്ത ജന്മം നിന്നെ ഞാൻ ഹർഷേട്ടനായി എൻ്റെ വയറ്റിൽ ചുമക്കാം. ഈ ജന്മം അമ്മയോട് മോൾ ക്ഷമിച്ചേക്കണേടാ. ആ കുഞ്ഞിൻ്റെ ഫോട്ടോയിലേക്ക് തെരുതെരെ മതിയാവാനാവാത്ത വിധം ചുണ്ടുകൾ ചേർത്തു. ഒഴുകാൻ വെമ്പിയ കണ്ണുകളെ നിർബന്ധപൂർവ്വം തടഞ്ഞു നിർത്തി. ഹർഷനുമായി ബന്ധപ്പെട്ട എല്ലാ തൻ്റെ കൂട്ടുകാരെയും അവൾ ബ്ലോക്ക് ചെയ്തു. ശേഷം FB ലോഗൗട്ട് ചെയ്തുകൊണ്ട് രാത്രി 8 മണിക്ക് ഹോട്ടൽ എലൈറ്റ് ഇൻ്റർനാഷണൽ പ്രയാഗിനൊപ്പം പങ്കെടുക്കേണ്ട പാർട്ടിക്ക് പോകാൻ തയ്യാറെടുക്കാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് കടന്നു.